Hello friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ കുറച്ച് ഫാസ്റ്റ് കൂട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായി കാണുക. ഐഫോണിലുള്ള ഒരു ചെറിയ സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഐഫോണിലെ സെറ്റിംഗ്സ് വെച്ചാൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഫോൺ ഏത് ഭാഗത്തായാലും എന്ത് വീഡിയോ കാണുകയോ ഗെയിം കളിക്കുകയോ എന്ത് ചെയ്താലും നമുക്ക് ഫാസ്റ്റായി ബാക്കോട്ടും മുന്നോട്ടും പോകാൻ പറ്റുന്ന എന്തും അടിപൊളി സ്ക്രീൻഷോട്ടും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിഡ്കാച്ച് ആപ്ലിക്കേഷൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറം ബെൽ ബട്ടൺ കാണാൻ സാധിക്കും. അതേ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുമാതിരിയുള്ള കിടിലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലേക്ക് സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിച്ച് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിതിങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിലായി അസിസ്റ്റൻ്റ് ടച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. അസിസ്റ്റീവ് ടച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ MB നോക്കുകയാണെങ്കിൽ 7.8 MB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഫോണിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. 50 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിട്ടുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ അതിനായി ജസ്റ്റ് ബാക്ക് അടിച്ചു. അതിനുശേഷം നമ്മൾ ഹോം പേജിൽ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഉണ്ടാകുന്നത്. ഇത് ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചില പെർമിഷനെല്ലാം ചോദിക്കും. അതെല്ലാം നിങ്ങൾ അലോ കൊടുത്ത് വിടുക. അങ്ങനെ എല്ലാ പെർമിഷനും നിങ്ങൾ അലോ കൊടുത്ത് വിടുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ചില ടിപ്സ് എല്ലാം നമുക്ക് കാണിച്ചു തരാം. നല്ല അതിനോ അല്ലെങ്കിൽ അലോ കൊടുത്തു വിടുക. പിന്നെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലായി അസിസ്റ്റീവ് ടച്ച് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് നീല കളറിലായി കാണാൻ സാധിക്കും. ഇത് ചിലപ്പോൾ ഓഫായിരിക്കും. അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം സെറ്റായിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വലതുവശത്ത് ഒരു ബോൾ പോലെ കാണാൻ സാധിക്കും. നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്ന ആരാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു സംഭവം എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തെ ഇത് കാണാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ഹോം ബട്ടണോ അതൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഫാസ്റ്റ് കൂട്ടറെങ്കിലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തൊട്ടതിന് ശേഷം ജസ്റ്റ് ഒരു പെർമിഷൻ ചോദിക്കും. അതും കൂടി ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണുക, ഗെയിം കളിക്കുക, എന്ത് ചെയ്താലും ഈ സംഭവം അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഗാലറി എടുത്തു. അതിനുശേഷം ആ ബട്ടൺ അമർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഹോം നോക്കിയാൽ നിങ്ങൾ കണ്ടോ അത്രയും ഫാസ്റ്റായി തന്നെ നിങ്ങളുടെ ഫോൺ പിറകോട്ടേക്ക് വരുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷനിലൂടെയും ഏത് ഗെയിമിലൂടെയും ഇതിലൂടെ പ്രത്യേകിച്ച് നമുക്ക് സ്ക്രീൻ റെക്കോർഡും നമ്മളെ ക്യാമറ ഓപ്പൺ ആക്കാനും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാനും എല്ലാം നമുക്ക് ഇതിലൂടെ തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങൾ കൊണ്ടാകുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിനാലും മികച്ച മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോമായി കാണാവുന്ന പ്രതീക്ഷയോടുകൂടി സ്മിയാജ്മൽ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗായ്സ്.